കിട്ടിയാ ഞങ്ങളുടെ കോഴീനൊക്കെ കൊണ്ടോണേണല്ലേ. പാവുന്നത് അതിനൊക്കെ ഇത് പാവാണ് കേട്ടോ. നല്ല വെയിറ്റും ഇല്ലേ. ബൈ, സീ യു. അതാണ് ഭയങ്കര ഒച്ചപ്പാടാണിത്. കാറിന്റെ പെട്രോള് 3,000 മണിക്കാശ് തന്നെ ജോഷേട്ടനുണ്ടല്ലോ. ബൈ. അപ്പൊ ഇന്ന് വൈകിട്ടത്തേക്കുള്ളായില്ലേ? ആണോ? ഇന്ന് കൊല്ലാൻ വേണ്ടാണോ? ഇന്ന് എന്തെങ്കിലും പാർട്ടി ഉണ്ടോ? എന്ത് കണ്ടന്റ് ഇത്തിരിയാ കിട്ടി. വൈകുന്നേരം യൂട്യൂബിൽ പ്രതീക്ഷിക്കാം. അപ്പത്തെ ലച്ചുവിന് പോണോർന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ പുറകെ ഞാൻ ഓടിയാനേ. അന്ന് അപ്പൊ അവൾക്ക് പോവാൻ സമയമായി. അതാണ് ഇന്റെ തല ഒടിഞ്ഞിരിക്കണേണ്. അതാണ്. ബൈ. ഞാൻ അവിടെ ചെന്ന് സുധീഷിന് നല്ല ഒച്ചപ്പാടായിരിക്കും. ഇതൊരു ശല്യക്കാരൻ കോഴിയാണ് കേട്ടോ. എന്റെ മിക്ക വീഡിയോയിലും ഇതിന്റെ കരച്ചില് കേൾക്കാട്ടോ. ഇതിന് കണ്ണ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ എങ്ങോട്ടാ പോകേണ്ടത്, എന്താ കഴിക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഇതിനെ കൊന്ന ശേഷം അവർ നമുക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിട്ടാ. ഇതൊക്കെ അതിന്റെ വയറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ, ഈ നട്ടും ബോൾട്ടൊക്കെ. പാവം കോഴി. ഈ കോഴീനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇന്ന് നമ്മളൊരു പുറം കാഴ്ചകളാണ് കേട്ടോ. പുറം കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് ചെടി ഉണ്ടായി, ചെടിച്ചട്ടി ഉണ്ടായി, എല്ലാം പോയി. ഇവിടെ നമ്മള് പണിയൊക്കെ ഉണ്ടായല്ല, നമ്മളെ റോഡിന്റെ ഒക്കെ അതും അങ്ങനെ കുറച്ച് ഗേറ്റിന്റെ കുറച്ച് ഇനിയും പണി കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ചെടിച്ചട്ടികൾ വാങ്ങണം, ചെടികൾ വെക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് പ്ലാനിങ്ങില്. പിന്നെ ഈ പണിയൊന്നും കഴിയാതെ പറ്റുമോ ചെയ്തു കേട്ടോ? ഇവിടുത്തെ സിമന്റ് പൊടി ഇല്ല, അത് അതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ബോബൻ ചേട്ടൻ ഏത് നിമിഷവും വരും ഇവിടെ പണിയാനായിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാം. നമുക്ക് ഇന്ന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ എനിക്ക് ഒരേ ഒരു സങ്കടം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് ഫുള്ള് ഇലച്ചെടികളാ. ഞാൻ ഇന്നലെ രാത്രിയേക്കാളൊക്കെയോ ഒരു കുറച്ച് പൂവുള്ള ഇതില്ല നമുക്ക്. ഒരു വലിയ മരം ഉണ്ടായി മഞ്ഞ, അതെല്ലാം പോയി. മഞ്ഞ പൂവുണ്ടാണ്, അത് പോയി. ഇവിടത്തെ വേറൊരു ഒക്കെ പോയി നമുക്ക്. പിന്നെ അവിടെ ഒരു ഇതുണ്ടായി, എന്താണ് പ്ലുമേറിയ, അതിനെന്തോ പറയൂലോ, ചെമ്പകം. അതെനിക്ക് ഭയങ്കര ആശിച്ച് മോഹിച്ച് വെച്ചതായിരുന്നു. അത് നമുക്ക് കളയേണ്ടി വന്നു. കാരണം വണ്ടിയൊക്കെ കയറി പോകാനുള്ളതുകൊണ്ട് നമ്മുടെ കുറെ ഇഷ്ടമുള്ള കുറെ ചെടികളൊക്കെ നഷ്ടപ്പെട്ട്. അപ്പോ നമ്മൾ എന്താ പറയാ, എനിക്ക് കുറച്ച് ഇലച്ചെടി പൂച്ചെടികൾ വേണം ചെയ്തു കേട്ടോ. ചെയ്തണം ഒരു താല്പര്യമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതാണ് ആകെയുള്ളൊരു ഞങ്ങളുടെ വീട്ടിലെ ഒരു പൂച്ചെടി എന്ന് പറയുന്നത്. ഇത് ഞങ്ങൾ വാങ്ങിയതല്ല, മൂന്നാറ് പോയപ്പോ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടാ. എന്ത് ഭംഗിയാ അത് കാണാനായിട്ട്. അതിന്റെ കളറൊന്ന് കാണിച്ചു കൊടുത്തത് കേട്ടാ. എനിക്ക് എന്ത് ഇഷ്ടാന്നറിയോ ഇത് കാണാനായിട്ട്. നിറച്ചും ഉണ്ടായിട്ട് നിക്കുകയാണ്. ഇത് കണ്ട അനങ്ങല്ലേ, ഇത് അവിടെയാണ് കൂടുതലുണ്ടായേക്കണത്. കണ്ട ഫോക്കസ് ഇത്തിരി സൂം ചെയ്ത് കാണിച്ചേ. അങ്ങനെയല്ലേ ചേട്ടാ? ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. അതിങ്ങനെ തൊടണം, എന്നാലാണ് കണ്ട. ഇങ്ങനെയാണ് ഞാൻ എടുക്കാറ്. ഇതാണ് കേട്ടോ നമ്മള് മൂന്നാറ് പോയപ്പോഴത്തേക്കും കൊണ്ടുവന്നതാണ്. അന്ന് എനിക്കറിയില്ലായിരുന്നു ഇതിൽ ഇതുപോലെ പൂ ഉണ്ടാവും എന്നുള്ള കാര്യമേ എനിക്കറിയില്ല. ഇത് അവിടെ ഇവിടെയൊക്കെ മൂന്നാറ് പിന്നെ എല്ലായിടത്തും നിക്കണ കാണാം. പക്ഷെ ഇങ്ങനെ ഒരു പൂ വരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇത് ശരിക്കും ഇങ്ങനെ ബോർഡർ ചെടിയാണ്. ഇങ്ങനെ വെട്ടി വെട്ടി നിർത്തണത്. ഏറ്റവും ഉണ്ടായേക്കണത് അങ്ങോട്ടൊക്കെയാണ്. കണ്ട നല്ല ഭംഗിയാണ്. ഇതിന്റെ കളറാണെങ്കിൽ അടിപൊളി. പിന്നെ നമുക്ക് ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പൂവില്ല, പിന്നെ ഉള്ള പൂവാണിതാ. ഇതിനെയൊക്കെ നമുക്ക് ഇനി നന്നായിട്ട് കെയർ ചെയ്യേണ്ടിയിരിക്കുന്നത്. റോസാപ്പൂവാണ്. കണ്ട നല്ല റോസാണ്. പിന്നെ നമുക്ക് പിന്നെ ഉണ്ട് കേട്ടോ, ബൊഗോൺവില്ല ഉണ്ട്. ഇതൊന്ന് കമത്തിട്ട് ലച്ചുതേ നോക്കിയേ. ഇതിന്റെ അടിയിൽ ഒരു സാധനം ഉണ്ടാവും കേട്ടാ. ഇതിന്റെ അടിയിൽ ഒരു സാധനം ഉണ്ടാവും. ഓടരുത് കേട്ടാ, മേത്തോട്ട് കയറും. നോക്ക്. അതില് ചെതലുണ്ടായി, പക്ഷെ ഇന്നലെ വീണപ്പോഴും ഉണ്ടായില്ല.
ലച്ചു ഇന്നലെ ഇതിന്റെ മോളിൽ കയറി വീണ്. ഞാൻ വീണില്ല, അമ്മേ. അതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ ഞങ്ങൾക്കൊരു തെങ്ങുണ്ടായിരുന്നു. അപ്പൊ അത് വെട്ടിക്കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ഇരിക്കാനായിട്ട് ഉപയോഗിക്കണാണ് ഇപ്പൊ ഇത്. പിന്നെ ഈ മാവ് ഉണ്ട്, ഞങ്ങള് മെയിൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള കാര്യം തന്നെ ഈ മാവാണ് കേട്ടോ. ഈ മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയിൽ നിന്നുള്ള എന്താ ഇറ്റലിയിൽ എവിടെ മാവ്? അതാ ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയില്ല. അച്ഛന്റെ ഫ്രണ്ട്, എന്റെ അച്ഛന്റെ നിന്റെ ഫ്രണ്ട്. അച്ഛൻ ഇറ്റലിയിലുള്ള ഫ്രണ്ട് ആയിരിക്കും. ഇറ്റലിയിൽ ആ, നിന്ന് എന്താണെങ്കിലും. പുള്ളിയുടെ വീട്ടിലുള്ളതായിരിക്കും, പുള്ളി ഇവിടത്തുകാരനായിരിക്കും. എന്നാലും ഞാൻ അങ്ങനെ പറയുള്ളൂ. അപ്പൊ ഈ അച്ഛൻ കൊണ്ടുവന്ന് തന്നതാണ് ഈ മാവ്. അച്ഛൻ ഇത് കൊണ്ടുവന്ന് തന്ന് നമ്മളിത് വെച്ച് ഇത്തിരിയൊക്കെ കുറച്ച് ഇത്ര ഉണ്ടായിരുന്നു കേട്ടാ. അത് അതിന്റെ ഒരു വീഡിയോ ഫോട്ടോ ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ വെക്കാം. അപ്പൊ അത് ഈ ഓരോ തളിരില വരുമ്പോഴും എന്തോ സാധനം കടിച്ച് തിന്നുന്ന ഒരു ഇല കിട്ടുന്നുണ്ടായില്ല. അപ്പൊ അന്നൊരു അച്ഛൻ വന്ന് പറയണ്ടായി ഇതിലെന്തെങ്കിലും മരുന്ന് ഇടാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ. അച്ഛൻ എനിക്കൊരു മരുന്ന് വാങ്ങി തന്ന നേഴ്സറിന്ന്. അതടിക്കാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ നോക്കിയേ. ഇപ്പൊ 2-3 അത് അച്ഛൻ ഒരു മാസമായി മരുന്ന് വാങ്ങി തന്നിട്ട് കൊറേ ആയിരുന്നു. അതിന് സേതുവേണ്ട അച്ഛനും ചോദിക്കണ്ടായി മരുന്ന് അടിക്കണില്ലേ, മരുന്ന്. ഞങ്ങൾ അടിക്കണേ ഉണ്ടായില്ല. അന്ന് അടിച്ചെങ്കിൽ ഇത്രയും കൂടി ആകുമായിരുന്നു. 2 മാവാണ് കേട്ടാ. അപ്പൊ പെട്ടെന്ന് മാങ്ങി ഉണ്ടായി തുടങ്ങിയ സീസൺ ഒന്നും ഇല്ലാതെ ഉണ്ടാവും. മുന്നേ വരുന്ന തളിരൊക്കെ ഇങ്ങനെ ഇതായിട്ട് പോകുമായിരുന്നു, കേടായിട്ട് പോകും. ഇത് കാണിച്ചു കൊടുക്കി. ഈ കൂമ്പ് കണ്ട അത് ഇങ്ങനെ പോകുമായിരുന്നു കണ്ട. ഇത് അങ്ങനെ പോയതാണിത്. അതിന്ന് പിന്നെ വന്നതാണ് ഇതൊക്കെ. ഇപ്പൊ ഇതില് മരുന്ന് അടിച്ചില്ലെങ്കിൽ കിട്ടില്ല കേട്ടാ. അപ്പൊ ഞാൻ അത് എന്താണ് ഞങ്ങൾ ഈ മരുന്ന് ഈ മാവിന് അടിക്കണത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടാ. പിന്നെ എന്തായത് കേട്ടാ, പിന്നെ നമ്മുടെ ആ വലിയ മാവൊന്ന് കാണിച്ചു. ഇതൊന്ന് കാണിച്ചു. പിന്നെയുള്ള ഒരു പൂവ് ഇതാണ് കേട്ടാ, നക്ഷത്രപ്പൂവ്. ഇത് ഞാൻ സ്വന്തം ഇട്ട പേരാന്ന്. സൂം ചെയ്ത് നേരത്തെ തോന്നി കാണിച്ച്. മുല്ലപ്പൂവാന്നാണ് എല്ലാരും വിചാരം. മണം ഒരു സ്മെല്ല് പോലും ഇല്ല കേട്ടാ ഇതിന്. ഞാൻ ചെയ്യട്ടെ. ഇതാണ് കേട്ട പൂവ്. ഇതിങ്ങനെ നമ്മുടെ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായത്. ഇങ്ങനെ നക്ഷത്രങ്ങൾ വിരിഞ്ഞിരിക്കണ പോലെ തോന്നും. നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഉള്ളത് ഇതാണ് ബൊഗെയിൻ വില്ല. ഇതിന്റെ മഞ്ഞ അവിടെ ഇപ്പൊ ഉണ്ട്. ഇത് ആന്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടാ. ഇത് ശരിക്കും ചെയ്തിട്ട് ഇതൊന്ന് ഭംഗിക്ക് വെട്ടി നിർത്തണം. ആന്റി അന്ന് പറയണുണ്ടായിരുന്നു ഇതൊന്ന് വെട്ടി നിർത്തി കഴിഞ്ഞാൽ അടിപൊളിയാവും എന്ന് പറയണ്ടായിരുന്നു. ഇതില് മുള്ളുണ്ട്, അതാണ് എനിക്ക് പറ്റാത്തത്. പിന്നെ ഈ ചെടി അയ്യോ ഇത് പോകുന്നു തോന്നിട്ട് ഇതിങ്ങനെ വന്നിട്ടുണ്ടെങ്കില് ഇത് കണ്ടത് ഇതൊരു മഞ്ഞച്ചെടിയാണ്. ഇത് നമ്മള് ഒരു സ്ഥലത്തുനിന്ന് മോഷ്ടിച്ചോണ്ട് വന്നതാ. അതില് നല്ല ഭംഗിയും ഇപ്പൊ സീസണാണ്. ഇതും സീസണാണ് ഇതുപോലത്തെ ഒരു മഞ്ഞ. പക്ഷെ നമ്മുടെ ഇവിടെ ഉണ്ടാവണില്ല. അതാ ഇത് മുട്ടായിരുന്നു. ഇത് ഞാൻ പറിച്ചു, സോറി. ഇത്രേ ഉള്ളു പൂ. പിന്നെ അതേ നമ്മുടെ വീട്ടിലുള്ള റോസ് ഒരുപാട് ഉണ്ടായി. ഇപ്പൊ അതെല്ലാം പോയി. ഇതൊക്കെ ഇതിനൊക്കെ ചെറുതായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അത് കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ പുറം കാഴ്ച. പിന്നെ മൊത്തം ഇലച്ചെടികളാണ് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ. ഇനി ഇതൊക്കെ നമുക്ക് നല്ലൊരു പോട്ടിലാക്കി നല്ലൊരു ഭംഗിയാക്കി നിർത്തണം നമുക്ക്. ഇതറിയില്ല, ഇത് അമ്മ കൊണ്ടുവന്ന് നട്ടത്. ചെയ്തോണ്ട് അമ്മ ഇത് അറിയില്ല. നല്ലൊരു പോട്ടിലാക്കണം കുറച്ച്. ഇതിനെ മാറ്റിയിട്ടേക്കണത് എന്താ ഇങ്ങനെ വെച്ചാൽ. പിന്നെ ഇത് കാണിച്ചു കൊടുക്കും ബ്രൈഡൽ ബൊക്കെ. ഇത് ബ്രൈഡൽ ബൊക്കെ എന്ന് പേര് വരാൻ കാര്യം ഒരു ബൊക്ക പോലെയാണ് ഇത് ഉണ്ടാവണത്. കാണാൻ പറ്റണ്ട? അതിന്റെ പൂ പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. ഞാൻ അങ്ങനെ പൂ പൊട്ടിക്കാറില്ല. കണ്ട ഭയങ്കര രസമാണ്. 4 ഇതുപോലെ ഫാനിന്റെ ഇതുപോലെ വന്നിട്ട് നടുക്ക് ഇങ്ങനെ കുറച്ച് ഇത് നല്ല രസാട്ടോ. മണമൊന്നുമില്ല. ഇനി നമ്മുടെ മെയിൻ മാവ് കാണിച്ചു കൊടുക്ക. ഇത് കേട്ടാ മാവിന്റെ. പക്ഷെ ഇതൊക്കെ പോയാ എന്ത് മാവിന്റെ പൂ പോയാ? പൂവൊക്കെ പോയി. ആര് പറഞ്ഞത് നിക്കണ പൂവ്? പക്ഷെ ഇതുണ്ടാവില്ല. അതെന്താലേ? അത് മൊരടിച്ചു പോണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഈ വീട്ടിലാകെ കൂടെയുള്ള ഒരു തടിമാടൻ മാവ്. ഇത് കുറെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായി. അതും വഴിയുടെ ഭാഗമായിട്ട് പകുതി നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പോഴാണ് ഇത് എത്ര കൊല്ലായി എന്നറിയാൻ വെച്ചിട്ട് ഇത് പൂത്തിട്ടേ ഉണ്ടായില്ല. ഇത് വെട്ടാറായപ്പോഴത്തേക്ക് ഇത് പൂത്തപ്പോ ഒരു ഇത് അങ്ങനെ പൂത്ത നമ്മൾ വെട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും പറയണ്ടായി ഇത് പൂവ് ഇങ്ങനെ പോണുണ്ട്. ബ്രൗൺ കളറായിട്ട് കേടായി പോണേന്ന് തോന്നണ ഇത് കേട്ടാ.
ഇത് എന്ത് മാവാന്നറിയോ? നീലമാവാണ് ചെയ്തതാണ്. ലച്ചനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുമാണ്. വല്യമ്മയുടെ വീട്ടിലുണ്ടായതെല്ലാം പോവുകയും ചെയ്തു, അതും വഴിയുടെ ഭാഗമായിട്ട് പോയി. അപ്പൊ ഇനി ഇതേ തെങ്ങിന് നമ്മൾ അന്ന് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തെങ്ങിന് എന്ത് പോവാതിരിക്കാനാടോ ഒരു ചെല്ലി വന്നിണ്ടായിരുന്നു. ഇനി ഇത് കിട്ടുന്നുണ്ടോ? വെള്ളമൊക്കെ പിടിക്കുക, ഇതേ വെള്ളമൊക്കെ പോണേണല്ലോ. അപ്പൊ ഇതും ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ഞങ്ങളന്ന് ലച്ചുവിനെ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോഴത്തേക്കൊക്കെ ഡോക്ടറെ കാണാനൊക്കെ പോകുമ്പോ കൊറേ വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ്സിലായിരിക്കോ, അപ്പഴങ്ങാണ്ട് വാങ്ങി വെച്ച മാവാണ്. പെട്ടെന്ന് ഉണ്ടാവും പറഞ്ഞ അതും ഉണ്ടായില്ല. എന്ത് ചെയ്യാൻ? പിന്നെ ഓർക്കിഡാണ്. പിന്നെ ചെമ്പരത്തി ഇതിപ്പോ പോകുന്നുണ്ടെന്ന് സമയം മുട്ടുണ്ടായി നിപ്പുണ്ട്. കണ്ട ഇതിലെന്തേ ഫംഗസ് വന്നേക്കണ വെള്ള കളറില്. എല്ലാത്തും മരുന്ന് അടിക്കാതെ ഒന്നുമേ കിട്ടാതെ. ഇതെന്താണ് ഇത്? ഭയങ്കര ഒരു അമ്മ പറ്റ അളിയന്മാരെ പോലെ ഇരിക്കണത്. ഇതാണ് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നാന്ന് തോന്നണം നമ്മളെ. പിന്നെ ഈ ചെടി ഇപ്പൊ അലക്ഷ്യമായിട്ട് ഇട്ടേക്കണുണ്ട്. ഇത് ചെയ്തേട്ടാൻ അന്ന് എവിടെയോ പോയപ്പോ നഴ്സറിന്ന് മേടിച്ചാടി ആണല്ലേ. ഇത് ഞങ്ങള് 700 രൂപ. ഇത്തിരി ഭയങ്കര കോസ്റ്റ്ലി ആണ് ഈ ചെടിക്ക്. പക്ഷെ ഇത് നമ്മള് ചെടിച്ചട്ടി വാങ്ങിയിട്ട് എന്താ പറയാ നടാൻ വെച്ചേക്കണേ. അതാണ് ഇങ്ങനെ കാട്ടുചെടി പോലെ ഇട്ടേക്കണേ. നല്ല വേരുണ്ട്. അവിടെ വെച്ചേച്ച ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചതാ. കണ്ട? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളറല്ല ശരിക്കും. ഇതിങ്ങനെ വെയിലൊക്കെ കൊണ്ട് നോക്കാതെയൊക്കെയാണ് അത് പോയത്. അപ്പൊ അങ്ങനെ കുറച്ച് ചട്ടി നല്ല ഭംഗിയത് കാണാതെ. നമുക്ക് ചെറിയ ചട്ടി കുറച്ച് പ്ലാനിങ് ഉണ്ട്. ഇത് കണ്ടല്ലോ പ്രാവിനെ പോലെ ഉണ്ടാ? അല്ല, ഒരു പ്രാവിനെ പോലെ ഇല്ലേ? പക്ഷി. ഇതൊക്കെ പോണുണ്ട്. തുളസിയൊക്കെ കാണിച്ചോട്ടെ. ഫുള്ള് കേട് പിടിച്ചു, ഫുള്ള് ഇതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ വെട്ടി നിർത്തിയ നല്ല ചെടിയായിരിക്കും. ഇത് നമ്മള് ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോ കണ്ട ചെടിയാണ്. കണ്ട? ഇതൊക്കെ ചെറിയ ചട്ടിയിലാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അവിടെ വെക്കാൻ പറ്റില്ല. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മഞ്ഞ പൂവുള്ള മരം. എല്ലാം പോയി, നമ്മുടെ വീട്ടിൽ ഇനി ഇല്ല ഒന്നും. പിന്നെ ഉള്ളത് ഇവിടുത്തെ ഇത് വെട്ടും അല്ലേ? ഇത് വെട്ടണം ചെയ്തോട്ടാ. ഞാൻ ഇടക്കിടക്ക് അന്ന് കുറെ വെട്ടിക്കളഞ്ഞാണ്. ഇത് കണ്ടായി, ഇതൊക്കെയാണ്. ഇത് കണ്ടായി, ഇതൊക്കെ പോണം. കണ്ട? ഇതൊന്നും വേണ്ട. ഒരു കിളിക്കൂട് ഉണ്ട് പകുതി അല്ല ഇതിന്റെ ഉള്ളിൽ. അവര് പോയി. കാരണം നമ്മുടെ ഒച്ചപ്പാടൊക്കെ കേട്ടിട്ടാണ് അവർക്ക് ഒരു സമാധാനം ഇല്ല. നോക്കിക്കോട്ടെ, നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു കിളിക്കൂട് ഇരിക്കുന്നുണ്ട? ഇല്ല, കണ്ട? ഒരു കിളിക്കൂട് കണ്ട? അവര് കിളിയുടെ ഇതാണ്, തൊപ്പിക്കിളി എന്നൊക്കെ പറയൂല. ഇനി വരൂല. എനിക്ക് തോന്നുന്നു അവരിങ്ങനെ 2 കിളിക്കൂടുകൾ ഉണ്ടാക്കുമെന്ന് തോന്നണം. എന്നിട്ട് ഒരെണ്ണം അവര് ഉപയോഗിക്കുള്ളൂ. പിന്നെ ഇതൊന്ന് വെട്ടണം. ഇതിന്റെ തല കണ്ട? ഇത് ഫുള്ള് അവിടെ മുകളിൽ പിടിച്ചിട്ട് ഇവിടെ പകുതിക്കൊക്കെ. ഇത് ശരിക്കും ഉരുട്ടിയെടുക്കാൻ പറ്റും. ഈ വരുന്ന ഓരോ ഇതും ഉണ്ടല്ലോ, ഇതിങ്ങനെ വെട്ടി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ ഉരുണ്ട്. എനിക്കെല്ലാം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എല്ലാം ഒരു യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഇനി ഞാൻ ചെടി വെക്കാൻ വേണ്ടി പോണത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇപ്പൊ ഈ ചെടി ഉണ്ടില്ലേ, ഒരു 3-4 ഇതിലാക്കിയിട്ട് എല്ലാം ഒരേപോലെ വെക്കും. പിന്നെ അടുത്ത ചെടി അങ്ങനെ അറേഞ്ച് ചെയ്ത്. ഇപ്പൊ ചില വീട്ടില് ചെടികളുണ്ട്, പക്ഷെ അതൊരു ഭംഗി ഉണ്ടാവില്ല. എല്ലാ ചെടിയും ഉണ്ടാവുന്ന വെച്ചാൽ എല്ലാവരും അവിടെ പിടിപ്പിക്കും, ഇവിടെ പിടിപ്പിക്കുക, ഒരു ഭംഗി ഇല്ലായിരിക്കും. നമ്മൾ ഇനി വെക്കാൻ പോണതല്ല ഒരു സ്കൂളിൽ കുട്ടികൾ നിൽക്കണ പോലെ അങ്ങനെ ഇരിക്കുള്ളൂ വെക്കാൻ വേണ്ടി പോണം. ഇത് നമ്മള് കഫേ 70 പോയപ്പോ അവിടെ നിന്ന് അവരോട് ചോദിച്ചിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഈ ഒരു ചെടി എന്ന് പറഞ്ഞത്. ഇത് ഞാൻ അവിടെ നട്ടുവെച്ചത്. പിന്നെ ഇതിലോട്ടാക്കി ഇങ്ങനെ വെക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ കയറി വരും. നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. പിന്നെ ഇതെന്താ, ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതിനിപ്പോ തൈ വരുന്നുണ്ട്. തൈ ഇപ്പൊ 1, 2 അകത്തുണ്ട്. ചേമ്പില. ഇത് ഞങ്ങളുടെ ഭയങ്കര ഇതിന്റെ ചെറിയ ഫോട്ടോ എൻ്റെ അടുത്തുണ്ട്. ഇത് അത്രയും ചെറുതായപ്പോ കൊണ്ടതാ. നല്ല ഭംഗിയാണ് കേട്ടത്. ഇതില് മരുന്നൊക്കെ ഇട്ട് കൊടുത്തത്. ഇതുപോലത്തെ പൂവുണ്ടാവും ഒരു സമയത്തൊക്കെ, ഡിസംബർ ഒക്കെ ആകുമ്പോ ആ ക്രിസ്മസിന്റെ ഇടയിലൊക്കെ ഭയങ്കരമായിട്ട് ഫുള്ള് നിറച്ചും ഭംഗി. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ ഒരു കൊമ്പൊടിച്ചു കുത്തി പിടിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടത്. ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ചെടികൾ. ഇതാണ് മദർ പ്ലാന്റ്.
നമ്മുടെ വീട്ടില് ഇതിൽ നിന്നാണ് നമ്മള് ഓരോ ചട്ടിയും ഉണ്ടാക്കിയതും കുറെ പേര് വരുമ്പോ ചോദിക്കുമ്പോ നമ്മൾ ഇതിൽ നിന്നൊക്കെയാണ് എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഫുള്ള് മണ്ണൊക്കെ പോയി. ഇതിലിപ്പോ എനിക്ക് ആക്ച്വലി ഇതിൽ മണ്ണും ഇല്ല വളവും ഇല്ലെന്ന് തോന്നുന്നു. എന്നിട്ട് ഇത് നമുക്ക് നല്ല ഭംഗിയിൽ ഉണ്ടാവുന്നുണ്ട്. ഞാൻ ആ ചേട്ടന് ഇത് കൊടുത്തിട്ട് ഉണ്ടായില്ലേന്നാവോ ചോദിച്ചോക്കാൻ സുനിച്ചേട്ടന്. ചേട്ടാ ഇത് പിടിച്ചില്ലേ ചെടി? ഉണ്ടാ പിടിച്ചാ? ആ പിന്നെ എല്ലാവരും വന്നിട്ട് ഈ ചെടിച്ചട്ടിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ ചെടിച്ചട്ടിയോട് കൂടിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പക്ഷെ കൊടുക്കണില്ല. അവരേനെയൊക്കെ നയത്തി പറഞ്ഞിട്ട് കൊമ്പൊക്കെ കുത്തിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായി. എന്തോ ഇത് കൊടുക്കാൻ തോന്നണില്ല. ഇങ്ങനെ ഇത്രയാകുമ്പോഴേ നല്ല ഭംഗിയല്ലേ. ആ ചെറുതായിരുന്നേ കൊടുത്തതാണ്. ചേച്ചിക്ക് ഞാനൊരു ചെറുത് കൊടുത്തിട്ടാ. ഞാൻ ചേച്ചി നല്ല കുഞ്ഞിത്. ഇത് അനന്തുവാ ചോദിക്കണേ. അനന്തുവിന് പിടിച്ചെന്ന് പറയണ്ടായി. ഞാൻ ചെറിയൊരു ഇതിൽ കുത്തിക്കൊടുത്ത്. ഇതാണ് നമ്മള് ഈ മാവിനടിക്കണ പെസ്റ്റിസൈഡ് എന്ന് പറയാം അല്ലേ ചേട്ടാ? പേര് നോക്കിയ ടാഫ്ഗോറ എന്താ കറക്റ്റ്? എന്താ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കെയർഫുൾ ആയിട്ട് നമ്മള് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവര് പ്രത്യേകം നമ്മള് നഴ്സറി പോയി പറഞ്ഞിട്ടുണ്ടായി മാസ്ക് ഒക്കെ വെച്ചിട്ട് വേണം അടിക്കാൻ. അങ്ങനെ ഫുൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഇത് പ്രയോഗിക്കാൻ പാടുള്ളത്. പിന്നെ കുട്ടികളുള്ള സ്ഥലത്തൊന്നും ഇത് കയ്യെത്താത്ത സ്ഥലത്തൊക്കെ വെക്കണം. ഭയങ്കര പോയ്സനാണ് കേട്ടോ. ഇതാണ് നമ്മൾ മാവിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ വലിച്ച. ഇത് അവിടുന്ന് ഉള്ള അടക്കയാണ്. ഈ അടക്ക ഇതാ ഈ അടക്കാമരത്തില ഈ അടക്കാമരത്തിൽ അടക്ക. നീ അത് പ്രിപ്പയർ ചെയ്യാ. എവിടെ നിക്കണ്ടത്? ഇത് എത്ര അടിക്കണം? കുറച്ചൊഴിച്ചാ പോരെ? എനിക്കറിയാം. ഞാനിപ്പോ ചെയ്യണതല്ലേ. ഞാൻ 2-3 വട്ടമായി ചെയ്യണം. ആണല്ലേ? ഇവിടെ വെക്കട്ടെ. ഇത് ഭയങ്കര മണമാണ്. നമ്മളെ മുഖത്തൊന്നും ആവാതെ സൂക്ഷിക്കണം. ഞാൻ ഇതിന്റെ മൂടിയിൽ തന്നെ ഒരു വെള്ളം പോലത്തെ സംഭവം ഇത്രയും ഞാൻ ഒഴിക്കാറുള്ളൂ കേട്ടോ. തുറന്നപ്പോ തന്നെ ഒരു മണമല്ലേടി. ഇത് ഞാനൊരു സ്ഥലത്ത് ആരും കാണാത്തൊരു സ്ഥലത്താ വെച്ചേക്കണേ. എന്താന്ന് വെച്ചാ നമുക്കറിയില്ലല്ലോ ആരാ എടുക്കണേ. അവർക്ക് അറിയാൻ പറ്റൂല ചിലപ്പോഴേ. കണ്ടാ അപ്പൊ പഠിച്ച് ഇത് കണ്ടില്ലേ? ഇത് പാല് പോലെ ഇരിക്കും. എന്നിട്ട് ഇതേ നമ്മൾ ഇതുപോലെ പെപ്സിയുടെ ഒരു കുപ്പി വാങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ വലിയ കുപ്പിയാണെങ്കിൽ 2 മുടിയൊക്കെ ഒഴിക്കാട്ടാ. ഷേക്ക് ചെയ്യാം. ഇനി ഇത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും. ഇപ്പൊ മാവിലടിക്കണമെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ അടിച്ചാൽ മതിട്ടാ. തളിര് വരുമ്പോ അല്ലേ അടിക്കണ്ട? ഇല്ലെങ്കിൽ തിന്ന് ചെയ്തോട്ടാ. മറ്റേ ഇലയാണെങ്കിലും പോണുണ്ട്. എല്ലാ ഇലയിലും അടിക്കണം. ഇതിപ്പോ ഇതൊക്കെ കിട്ടി. ആദ്യമേ ആ ഫോട്ടോ എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. ഈ മാവിന്റെ ഒന്നും ഉണ്ടാവണുണ്ടായില്ല അല്ലെ? അച്ഛനൊക്കെ വലിയ സന്തോഷമായി. അതുകൊണ്ട് 2 അച്ഛന്മാര് ഹാപ്പി. പിന്നെ ആൾക്കാരെ എങ്ങനെ കീടനാശിനി ഉപയോഗിക്കാതിരിക്കുക? മുട്ടുണ്ടോ? മുട്ടില് ഞാനൊരു പരീക്ഷണാർത്ഥം അടിച്ചു കൊടുക്കണേ. നമുക്ക് അറിയില്ല ഇത് റോസിന് പറ്റുമോ. അതിനൊക്കെ അടിച്ചു കൊടുക്കണുണ്ട് ഞാൻ. അറിയില്ല. ഇതിന് ഞാൻ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് ചെടികൾക്കൊക്കെ അതിന്റെ കളറ് കിട്ടാനും പൂച്ചെടികളാണെങ്കിൽ വേഗം പൂ ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറാണ്, വളമാണ് ഇട്ടത്. അപ്പൊ ഇത് ഞാനല്ല ഇതിട്ട് കൊടുക്കാറ്. ഇതിന്റെ മുതലാളി പ്രമോദ് കേസാണ് കേട്ടോ. ചെയ്തിട്ട് ഇപ്പൊ ഇത് ഇട്ട് കൊടുത്തിട്ട് എത്ര നാളായി? ഇത് വെള്ളം ഒഴിച്ചിട്ടല്ലേ ഇടുക? നീ ഒഴിക്കുമ്പോ ആയിക്കോളും. ആണോ? എന്തിനാ പേടിക്കണേ? പിന്നെ രാവിലെ എന്താ അതില് ഞാൻ ഇടുന്നില്ല കേട്ടോ വെള്ളം. എന്താ വെച്ചാ രാവിലെ ഒഴിച്ചു കൊടുത്തതാ. What is this, Lakshmi? ഇതെന്താ? എന്താ?
പിന്നെ ഇതാണ് അടുത്തൊരു ബൊഗെ. ഇതിനെ നമുക്ക് വെട്ടിയൊന്നും ഇതാക്കിയാൽ ഇതിനെ വെട്ടാൻ നിൽക്കുമ്പോ പൂ വരുമ്പോ വെട്ടാൻ തോന്നണില്ല. മരുന്നൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടാ, വെള്ളം മാത്രം. ഇത് കണ്ട, നമ്മുടെ ഇവിടെ പണിയൊക്കെ ആയതുകൊണ്ട് ഇവിടെയൊക്കെ മൊത്തം പൊടിയാ. ഇത് കണ്ട, കൊറേ പണി വേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ വീടൊന്ന് കറക്റ്റ് ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് താമസമാവും. പിന്നൊന്നുമില്ല, വെല്ലുവിളി വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാകാണ്. ഇത് ആ മഞ്ഞപ്പൂ നമ്മുടെ വീട്ടിലുണ്ടായത്, അത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് ഈ ഒരു മരമാണ് കേട്ടോ. ഇത് വെല്ലിച്ചന് ചെയ്തേണ്ട, വെല്ലിച്ചന് ഭയങ്കര ഇഷ്ടാ. നഴ്സറിന്നൊക്കെ പോയി ഒരുപാട് പിടിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല. ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടായത്. ഇനി പൊടിച്ചു വരുമായിരിക്കും. നല്ല രസമാണ് ഇത് ഓണത്തിന് പൂവൊക്കെ ഇടാനായിട്ട് കേട്ടോ. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. എനിക്കാണെങ്കിൽ കൊതിയായിട്ട് അച്ഛനും മോളും മാച്ചാണല്ലോ. ഇതെന്തേലും കഴിക്കണ കാര്യം പറഞ്ഞ പൊടി വരും. ഇവിടെയൊക്കെ എണ്ണയുണ്ട്, തന്നെ ഒന്ന് പൊളിച്ചേക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.